Hello guys. So friends, നമുക്ക് ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സും കുറച്ച് PSC ക്വസ്റ്റ്യൻസും പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് അതിൻ്റെ മീനിങ്സ് പഠിക്കാം. So first, illegible. Illegible means incapable of being read. വായിക്കുവാൻ കഴിയാത്തത്, അതിനെയാണ് നമ്മൾ ഇല്ലെജിബിൾ എന്ന് പറയുന്നത്. ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് റീഡ്. അപ്പോൾ വായിക്കുവാൻ കഴിയാത്തത്, അതിനെയാണ് നമ്മൾ ഇല്ലെജിബിൾ എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻആക്സസിബിൾ. ആക്സസിബിൾ എന്ന് വെച്ചാൽ എന്തുവാണെന്നാണ്? നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിറ്റി ഏരിയ, റൂറൽ ഏരിയ എടുക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റി ഏരിയസിൽ നല്ല റേഞ്ച് കിട്ടും. അപ്പോൾ നെറ്റ്വർക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും സിറ്റി ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ റൂറൽ ഏരിയാസ് എടുക്കുമ്പോൾ റേഞ്ച് ഇഷ്യൂസ് കാരണം നെറ്റ് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ ഇറ്റ് ഈസ് ഇൻആക്സസിബിൾ. ദാറ്റ് കനോട്ട് ബി ഈസിലി അപ്രോച്ച്ഡ്. ദുഷ്പ്രാപ്യമായ എന്നുള്ളൊരു മീനിങ് ആണ് ഇൻആക്സസിബിൾ. ഇൻഓഡിബിൾ മീൻസ് വ്യക്തമായി കേൾക്കാൻ കഴിയാത്തത്. ഇൻകോറിജിബിൾ മീൻസ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. തിരുത്തുവാനാകാത്തത്. ഇൻകോറിജിബിൾ. ഓക്കെ, ദാറ്റ് കനോട്ട് ബി കറക്റ്റഡ്. തിരുത്താനാകാത്തത് എന്തോ അതിനെ നമ്മൾ ഇൻകോറിജിബിൾ എന്ന് പറയും. ഇൻഡെലിബിൾ ദാറ്റ് കനോട്ട് ബി എറൈസ്ഡ്. നമുക്കത് തിരുത്താനാകില്ല. ഓക്കെ, തിരുത്താനാകാത്തത്, മായ്ക്കാനാകാത്തത്, അതിനാണ് നമ്മൾ ഇൻഡെലിബിൾ എന്ന് പറയുന്നത്. ഇൻഡെലിബിൾ. ദെൻ ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ എന്ന് വെച്ചാൽ വൺ ഹൂ ഈസ് ഫ്രീ ഫ്രം ഓൾ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ്. വൺ ഹൂ ഈസ് ഫ്രീ ഫ്രം ഓൾ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ് എന്ന് വെച്ചാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത, അങ്ങനെ ഒരു മീനിങ് ആണ് ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ മീൻസ് ഒരിക്കലും തെറ്റുപറ്റാത്തത്. ഇൻവിൻസിബിൾ, ടു സ്ട്രോങ് ടു ബി ഓവർകം. കീഴടക്കാനാവാത്ത, അജയനായ, എന്തു വന്നാലും പിടിച്ച് നിൽക്കാൻ ശേഷിയുള്ള, അതിനാണ് നമ്മൾ ഇൻവിൻസിബിൾ എന്ന് പറയുന്നത്. ഇൻവിൻസിബിൾ, അജയനായ. ടു സ്ട്രോങ് ടു ബി ഓവർകം. ഇംപ്രാക്ടിക്കബിൾ, ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് പ്രാക്ടീസ്ഡ്. പ്രാക്ടിക്കബിൾ എന്ന് പറയാം. പ്രാക്ടിക്കബിൾ എന്ന് വെച്ചാൽ എന്തുവാണ്? പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇംപ്രാക്ടിക്കൽ മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, പ്രായോഗികമല്ലാത്ത. ഇൻഎവിറ്റബിൾ, അനിവാര്യമായ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത, അനിവാര്യമായ, ആ ഒരു മീനിങ് ആണ് ഇൻഎവിറ്റബിൾ. എവിറ്റബിൾ എന്തുവാണ്? നമുക്കത് അവോയ്ഡ് ചെയ്യാം, എവിറ്റ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഇൻഡിഫാറ്റിഗബിൾ, ഫാറ്റിഗബിൾ, ഇൻഡിഫാറ്റിഗബിൾ. അക്ഷീണിതമായ, വൺ ഹു ഡസ് നോട്ട് ടയർ ഈസിലി, പെട്ടെന്ന് ക്ഷീണിക്കാത്ത, അങ്ങനെ. ഫാറ്റിഗബിൾ എന്ന് വെച്ചാൽ ക്ഷീണം, ഫാറ്റിക് നമ്മളല്ലേ, ക്ഷീണം എന്നാണ് അർത്ഥം. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഇൻഡിഫാറ്റിഗബിൾ, മീൻസ് അക്ഷീണിതമായ. വൺ ഹു ഡസ് നോട്ട് ടയർ ഈസിലി, പെട്ടെന്ന് ക്ഷീണിക്കില്ല. ഇർറീപ്പയറബിൾ മീൻസ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് റിപ്പയർഡ്. നമുക്കത് റീപ്പയർ ചെയ്തെടുക്കാൻ കഴിയില്ല. മീൻസ് എന്താണ്? ഒരു പ്രതിവിധിയും ഇല്ലാത്ത. റീപ്പയറബിൾ എന്ന് വെച്ചാൽ നമുക്കത് നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും. റീപ്പയറബിൾ. ഇർറീപ്പയറബിൾ ആൻഡ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഇനി സം വൺ വേർഡ് substitutions. സോ ഓഡിയൻസ് അറിയാലോ, നമ്പർ ഓഫ് പീപ്പിൾ ലിസണിങ് ടു എ ലെക്ചർ. അത്തീസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഒരാള് എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അത്തരം ആളുകളെ നമ്മൾ അത്തീസ്റ്റ് എന്ന് പറയുന്നു. ആന്ത്രോപോളജിസ്റ്റ് മീൻസ് വൺ ഹു സ്റ്റഡീസ് ദ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്. ആരാണോ നമ്മുടെ മനുഷ്യനെ പറ്റി പഠിക്കുന്നത്, അതിനെയാണ് നമ്മൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫി മീൻസ് ആത്മകഥ. ആർക്കൈവ്, എ പ്ലേസ് വെയർ ഗവൺമെന്റ് ഓർ പബ്ലിക് റെക്കോർഡ്സ് ആർ കെപ്റ്റ്. നമ്മൾ ആർക്കൈവ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്, ഒരു സ്ഥലമാണ്.
അവിടെ എന്ത് സൂക്ഷിക്കുന്നു? നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ റെക്കോർഡ്സിനെ സൂക്ഷിക്കുന്നു. ആന്തോളജി മീൻസ് എ കളക്ഷൻ ഓഫ് പോയംസ്. ഒരു കൂട്ടം കവിതകളെയാണ് നമ്മൾ ആന്തോളജി എന്ന് പറയുന്നത്. ആർബിട്രേറ്റർ, എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ടു പാർട്ടീസ് ടു സോൾവ് എ ഡിസ്പ്യൂട്ട്. ഒരു തർക്കം നടക്കുമ്പോൾ അതിൽ മധ്യസ്ഥത വഹിക്കുന്നത് ആരോ അതിനെ നമ്മൾ ആർബിട്രേറ്റർ എന്ന് പറയും. മധ്യസ്ഥന് എന്തിനാണ് അവിടെ? ആ ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് സൈറ്റിൽ പ്രവർത്തിക്കുന്നയാളാണ് ആർബിട്രേറ്റർ. ആസ്ട്രോണമർ, എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ്. അപ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചും അതുപോലത്തെ ഹെവൻലി നല്ല മാസുള്ള സണ്ണിനെ പോലത്തെ ബോഡീസിനെ പറ്റി പഠിക്കുന്ന ആള് ആരാണോ അത്തരം ആളുകളെ നമ്മൾ ആസ്ട്രോണമർ എന്ന് വിളിക്കുന്നു. മീൻസ് ജ്യോതിശാസ്ത്രജ്ഞൻ. Then axiom, a statement which is accepted as true without proof. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്സിയം എന്ന് പറയുന്നത്. വിച്ച് ഈസ് അക്സെപ്റ്റഡ് ആസ് ട്രൂ വിത്തൗട്ട് പ്രൂഫ്. ഒരു തെളിവും കൂടാതെ തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യാം? അത് നമുക്ക് സത്യമാണെന്ന് ധരിക്കാൻ പറ്റും. അത്തരം ഒരു ഇതിനാണ് നമ്മൾ ആക്സിയം എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് അക്സെപ്റ്റഡ് ആസ് ട്രൂ വിത്തൗട്ട് പ്രൂഫ്. ഒരു പ്രൂഫും കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് ട്രൂ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അത്തരം സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ ആക്സിയം എന്ന് പറയുന്നത്. ബിഗാമി ഓർ ബൈഗാമി, ദ പ്രാക്ടീസ് ഓഫ് ഹാവിംഗ് ടു വൈഫ്സ് ഓർ ഹസ്ബൻഡ്സ് അറ്റ് എ ടൈം. ഒരേ സമയം രണ്ട് ഭാര്യമാരോ ഭർത്താക്കന്മാരോ വച്ചു പുലർത്തുക, അതിനാണ് നമ്മൾ ബൈഗാമി എന്ന് പറയുന്നത്. Then bouquet. Bouquet അറിയാലോ, a collection of flowers. And spelling ശ്രദ്ധിച്ചോളൂ. Bouquet, BOUQUET, bouquet. Okay. Biennial means an event which happens once in a 2 years. 2 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണ് നമ്മൾ ബൈഎന്നിയൽ എന്ന് പറയുന്നത്. ആനുവൽ മീൻസ് എല്ലാ വർഷവും. ബൈഎന്നിയൽ മീൻസ് 2 വർഷത്തിൽ ഒരിക്കൽ. ബൈഎന്നിയൽ. Crush means a nursery where children are cared for while their parents are at work. പാരൻസ് വർക്കിന് പോകുന്ന സമയത്ത് കുട്ടികളെ കെയർ ചെയ്യാൻ, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറിയിൽ കൊണ്ട് ആക്കുന്നു. അത്തരം ഒരു നഴ്സറിനെയാണ് നമ്മൾ ക്രഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേ കെയറിനെ പോലത്തെ, അതിനാണ് ക്രഷ് എന്ന് പറയുന്നത്. കോസ്മോപൊളിറ്റൻ, എ പേഴ്സൺ ഹു റിഗാർഡ്സ് ഹോൾ വേൾഡ് ആസ് ഹിസ് കൺട്രി. ഒരു വ്യക്തി ഈ ലോകത്തെ അദ്ദേഹത്തിന്റെ ഒരു രാജ്യമായിട്ട് കരുതുന്നു. അത്തരം ഒരു വ്യക്തിയാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു റിഗാർഡ്സ് ഹോൾ വേൾഡ് ആസ് ഹിസ് കൺട്രി. Then choreographer means one who teaches dancing. Then cacographist, a person who is bad in spellings. അപ്പോൾ സ്പെല്ലിങ്സിൽ നല്ല മോശമായിട്ടുള്ള ഒരു ആളിനാണ് നമ്മൾ കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും അക്ഷര തെറ്റുണ്ടാക്കുന്ന അത്തരം ആളുകളെ കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നു. കോൺവാലസെന്റ്, വൺ ഹു ഈസ് റിക്കവറിങ് ഹെൽത്ത്. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ പുറത്തു വരുന്ന ആള്, നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ഒരാളെ നമ്മൾ കോൺവാലസെന്റ് എന്ന് പറയുന്നു. വൺ ഹു ഈസ് റിക്കവറിങ് ഹെൽത്ത്, ആരോഗ്യം വീണ്ടെടുക്കുന്നു. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. ആരാണോ ആരോഗ്യം വീണ്ടെടുക്കുന്നത് ആ ഒരു വ്യക്തിയാണ് നമ്മൾ കോൺവാലസെന്റ് എന്ന് പറയുന്നത്. കാർട്ടോഗ്രാഫർ മീൻസ് വൺ ഹു ഡ്രോസ് മാപ്സ്. മാപ്പുകൾ വരയ്ക്കുന്ന ആളിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. ദെൻ എപ്പിറ്റാഫ്. എപ്പിറ്റാഫ് എന്ന് പറയുന്നത് നമ്മളെ സെമിത്തേരിയിലൊക്കെ ഈ ഒരു ഇതില്ലേ, വേർഡ്സ് വിച്ച് ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ഗ്രേവ് ഓർ ദ ടോംബ് ഓൺ ദ മെമ്മറി ഓഫ് ദ ബറിഡ്. മരിച്ചുപോയ ആളുടെ ഡീറ്റെയിൽസ് ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കില്ലേ, അതിനാണ് നമ്മൾ എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. Then feminist, one who works for the welfare of women. ഏതൊരാളാണോ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അത്തരം ഒരാളെ നമുക്ക് ഫെമിനിസ്റ്റ് എന്ന് പറയാം. ഹോർട്ടികൾച്ചർ, ദ ആർട്ട് ഓഫ് കൾട്ടിവേറ്റിംഗ് ആൻഡ് മാനേജിങ് ഗാർഡൻസ്. പൂന്തോട്ടങ്ങളെ വളർത്തുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ട്, ഒരു കലയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. ഇൻസോൾവെന്റ്, എ പേഴ്സൺ ഹു ഈസ് അണേബിൾ ടു പേ ഹിസ് ഡെബ്റ്റ്സ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കടങ്ങളെ ഒതുക്കി തീർക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം ഒരു വ്യക്തിയാണ് നമ്മൾ ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. സോൾവെന്റ് എന്തുവാണ്?
ഒരു കടവുമില്ല എന്നുള്ളൊരു മീനിങ് ആണ്. ബട്ട് ഇൻസോൾവെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെപ്റ്റ്സ് ഉണ്ട്, ആ കടങ്ങളൊന്നും തന്നെ തീർക്കാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തി എന്നാണ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. ഇൻവിജിലേറ്റർ അറിയാലോ, നമ്മൾ എക്സാം ഹാളിലൊക്കെ ഇൻവിജിലേഷൻ വരുന്ന ആള്, വൺ ഹൂ സൂപ്പർവൈസേഴ്സ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. നമ്മുടെ ഒരു എക്സാം ഹാളിൽ ആ ഒരു എക്സാമിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളിനാണ് നമ്മൾ ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റിനറന്റ്, വൺ ഹൂ ജേർണീസ് ഫ്രോം പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആള് നമ്മൾ ഇറ്റിനറന്റ് എന്ന് പറയുന്നത്. ഇറ്റിനറന്റ്. ഇൻഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള, അതിനാണ് നമ്മൾ ഇൻഫ്ലെയിമബിൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് നമ്മുടെ ഹാരപ്പ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്ന 4 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സിന്ധ് ആണ്. ഓക്കെ, പാകിസ്ഥാനിലെ സിന്ധ്. രണ്ടാമത്തേത് രാജസ്ഥാനിലെ രൂപാർ ആണ്. മൂന്നാമത്തേത് ഗുജറാത്തിലെ ലോത്തൽ. അങ്ങനെ 3 സ്ഥലം. ഓക്കെ, 3 സ്ഥലമാണ് ഉള്ളത്. ഓർത്തിരിക്കുക, ലോത്തൽ, രൂപാർ ആൻഡ് സിന്ധ്. ഇനി രവി നദിയുടെ തീരത്താണ് നമ്മുടെ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയത് ദയാറാം സാഗ്നിയാണ് ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയത്. ചെമ്പ് ഉപയോഗിച്ചിരുന്ന സിന്ധു നദീതട സംസ്കാരമാണ് ഹാരപ്പ. ഹാരപ്പൻ എഴുത്തുവിദ്യയാണ് ബോസ്ട്രോഫിഡൻ. അപ്പോ ബോസ്ട്രോഫിഡൻ എന്ന് പറയുന്നത് ഹാരപ്പൻ എഴുത്തുവിദ്യനെയാണ് പറയുന്നത്. ഗോതമ്പ് ബാർലിയുമായിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ. എന്താണ്? ഗോതമ്പും ബാർലിയുമായിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ. പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം ഹാരപ്പ നാഗരികതയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് ഹാരപ്പ. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി കൊൽക്കത്തയിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. ലോകത്തിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനും ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി വന്നത് കൊൽക്കത്തയിൽ. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവു. ഓക്കെ, നരസിംഹറാവു ആണ് ഇന്ത്യ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. അത് നരസിംഹറാവുവിന്റെ കാലത്താണെന്ന് ഓർമ്മിച്ചിരിക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുരണനം ഓർ റിവർബറേഷൻ. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എൻഡോസൾഫാൻ ദുരിതം അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് CD മായി കമ്മീഷൻ. അപ്പൊ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ CD മായി കമ്മീഷനും, കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ C അച്യുതൻ കമ്മീഷനുമാണ്. C അച്യുതൻ കമ്മീഷൻ by Kerala government and CD മായി കമ്മീഷൻ by സെൻട്രൽ ഗവൺമെന്റ്. ഇനി അറിയാലോ, N മഗജി എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ്. എൻഡോസൾഫാൻ ദുരിതത്തെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ ഗാർഹിക പീഡന നിരോധന നിയമമാണ്. ഇത് പാസ്സാക്കിയത് 2005-ലാണ്. 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരുന്നത്. 2005 പാസ്സാക്കി 2006 ഒക്ടോബർ 26-നാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1961-ലാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതും 2006-ലാണ്. ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് 1986-ലാണ് ബാലവേല നിരോധന നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വരുന്നത്.
ഇനി ബാലാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2005-ലാണ്. ബാലാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2005-ലാണ്.